ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് മാനിഫെസ്റ്റേഷൻ, എങ്ങനെയാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതൊന്ന് പഠിച്ചാലോ? എല്ലാവർക്കും അറിയാം മാനിഫെസ്റ്റേഷൻ എന്താണെന്നുള്ളത്. പലർക്കും മാനിഫെസ്റ്റേഷനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളുമുണ്ട്. എന്നാൽ അത് കറക്റ്റായിട്ട് ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ ഈ തെറ്റായിട്ട് ചെയ്യുന്നവരാണ് ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും നടക്കുന്നില്ല, എൻ്റെ ജീവിതത്തിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആകർഷിച്ചെടുക്കാൻ പറ്റുന്നില്ല, ലോ ഓഫ് അട്രാക്ഷൻ ഇല്ല, അതെല്ലാം വെറും തട്ടിപ്പാണ് എന്നെല്ലാം പറയുന്നത്. ശരിയായ രീതിയിൽ മാനിഫെസ്റ്റേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിലപ്പുറം നമുക്ക് ആഗ്രഹം സാധിക്കാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡുകൾ വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്ന്. ആദ്യമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്തെന്നാൽ, മാനിഫെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്ത് വേണം, എന്താണ് നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ വേണ്ടത് എന്നുള്ള കാര്യം ആദ്യം നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നീട് ഈ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നേടണം എന്നുള്ള കാര്യത്തിനെ നമ്മുടെ മനസ്സിലേക്കും വിശ്വാസത്തിലേക്കും ഉറപ്പാക്കി അതിലേക്ക് എടുക്കുന്ന ആക്ഷനാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താണ് വേണ്ടത്, ഉദാഹരണമായിട്ട് എനിക്കൊരു സൈക്കിൾ വേണമെന്നിരിക്കട്ടെ. എനിക്കൊരു സൈക്കിൾ വേണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ സൈക്കിൾ വേണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ നിശ്ചയമായും എൻ്റെ മനസ്സിലേക്ക് ഉറപ്പിച്ചിരിക്കണം. പിന്നീട് എനിക്കത് എന്ത് വന്നു കഴിഞ്ഞാലും ഈ സൈക്കിൾ എന്നിലേക്ക് കിട്ടും, എനിക്കത് എത്തപ്പെടും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിലേക്ക് രണ്ടാമതായി ഞാൻ എടുത്തിരിക്കണം. ആദ്യം നമുക്ക് വേണം എന്നുള്ളൊരു കാര്യത്തിലേക്കുള്ളൊരു ഗോളും രണ്ടാമതായിട്ട് നമ്മുടെ വിശ്വാസവും ഉറപ്പാക്കി പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലേക്ക് വേണ്ടുന്ന ആക്ഷൻ കൂടി എടുക്കുക എന്നുള്ളതാണ്. സൈക്കിൾ വേണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്ന് അത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചു കൊണ്ടിരുന്നാൽ എനിക്ക് സൈക്കിൾ കിട്ടാനൊന്നും പോകുന്നില്ല. എങ്ങനെ നേടാൻ പറ്റും എന്നുള്ളത് കൂടി ഒരു ചെറിയൊരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കണം. ബാക്കി യൂണിവേഴ്സ് നമുക്ക് മുന്നിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് മാനിഫെസ്റ്റേഷന് 3 ടെക്നിക്കാണ് ഉള്ളത്. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ളൊരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് എന്താണോ നമുക്ക് വേണ്ടുന്നത് അത് വളരെ വ്യക്തമായി ഒരു വൈറ്റ് പേപ്പറിലോ ഒരു വൈറ്റ് കളർ അൺറൂൾഡ് നോട്ട്ബുക്കിലോ എഴുതി വെക്കുക. അതായത് നിങ്ങൾക്ക് പണമാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ എനിക്ക് പണം വേണം എന്നെഴുതുക. അത് ഇത്ര രൂപ സേവിങ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നതെങ്കിൽ എനിക്ക് 2026 ഡിസംബർ മാസത്തിന് മുൻപ് 5 ലക്ഷം രൂപയുടെ സേവിങ്സ് എനിക്ക് ഉണ്ടായിരിക്കണം എന്നെഴുതുക. ഇത് നിങ്ങൾക്ക് ഒരു ഡയറിയിൽ എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു അൺറോൾഡ് നോട്ട്ബുക്ക്, വൈറ്റ് കളർ നോട്ട്ബുക്ക് വാങ്ങിച്ച് അതിൽ ഗ്രീൻ കളർ ഇങ്ക് കൊണ്ട് എഴുതാവുന്നതാണ്. മൂന്നാമതായിട്ട് കുറച്ചു നേരം കണ്ണടച്ചുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. വിഷ്വലൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു കാര്യവും വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നേടാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ദിവസവും 5 തൊട്ടിട്ട് 10 മിനിറ്റ് വരെ കണ്ണടയ്ക്കുക. കണ്ണടച്ചതിന് ശേഷം ഈ പണമാണ് നേടേണ്ടത് എന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ ഒരു പണം കിട്ടിക്കഴിഞ്ഞു, ഓൾറെഡി നമുക്ക് കിട്ടിയ ഒരു ഫീലോട് കൂടിയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക. ഈ ഫീല് നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഇത് സന്തോഷത്തോടുകൂടി, ആശ്വാസത്തോടുകൂടി, പൂർണ്ണമായിട്ടുള്ള കോൺഫിഡൻസോടു കൂടി വേണം നിങ്ങൾ ഇത് ഫീൽ ചെയ്യാനായിട്ട്. ഉദാഹരണമായിട്ട് എനിക്ക് ഓൾറെഡി എൻ്റെ കയ്യിൽ ഇത്ര രൂപ സമ്പാദ്യം കിട്ടി എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് അതിന് വേണ്ടുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് വേണ്ടുന്ന അഫിർമേഷൻസ് പറയുക എന്നുള്ളതാണ്. അഫിർമേഷൻസ് എപ്പോഴും പറയുമ്പോൾ പലർക്കും തെറ്റുകൾ പറ്റാറുണ്ട്. കാരണം അഫിർമേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരീകരിക്കുന്ന സ്ഥിരീകരണമാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റിപ്പീറ്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഫിർമേഷൻസ് ആണ് നമുക്ക് നടക്കാനും പോകുന്നത്. അപ്പോൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്നതിൽ നെഗറ്റിവിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിലോ, നെഗറ്റീവ് വേർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അപ്പോൾ അത് നടക്കുകയില്ല. അങ്ങനെയും ലോ ഓഫ് അട്രാക്ഷൻ പലരിലും നടക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ അഫിർമേഷൻസ് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവ് വാക്യങ്ങളാക്കിയിട്ട് അതിനെ പറയാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഞാൻ ഒരു പണത്തിനെ ആകർഷിക്കുന്ന കാന്തമാണ്, അല്ലെങ്കിൽ പണം എന്നിലൂടെ ഈസി ആയിട്ടും അനായാസത്തോടു കൂടിയും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, ഞാൻ വളരെയധികം കോൺഫിഡൻ്റ് ആണ്, എന്നെ കൊണ്ട് സാധിക്കാത്തതായിട്ട് യാതൊന്നുമില്ല, അതേപോലെ ഞാൻ സമൃദ്ധിയെയും സമ്പത്തിനെയും വിജയത്തിനെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാന്തമാണ് എന്ന് തുടങ്ങിയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വാക്യങ്ങളിലൂടെ വേണം നമ്മൾ എപ്പോഴും അഫർമേഷൻസ് പറയാനായിട്ട്. ഇത് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെയും 10 തവണ പറയുക, രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപും 10 തവണ പറയുക. ഈ അഫർമേഷൻസ് ആണ് പിന്നീട് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അടുത്തതായിട്ട് എല്ലാവർക്കും അറിയാം, സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് 369 മെത്തേഡ് അഥവാ ടെസ്ല മെത്തേഡ് എന്ന് പറയും. അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെ 3 തവണ നിങ്ങൾക്ക് എന്താണോ നേടേണ്ടുന്നത് ആ ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഉച്ചയ്ക്ക് 6 തവണ അതേ ഗോളിനെ നമ്മൾ എഴുതുക. രാത്രി 9 തവണ സെയിം കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ പണം ഇത്ര രൂപ, 1 ലക്ഷം രൂപ മാസ സമ്പാദ്യം വേണം എന്നുള്ളതാണ് നിങ്ങൾ ഗോള് സെറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ബുക്ക് എടുത്തിട്ട് 3 തവണ എഴുതുക. എനിക്ക് 1 ലക്ഷം രൂപ സമ്പാദ്യം ഈ മാസം കിട്ടിയതിന് നന്ദി. എനിക്ക് 1 ലക്ഷം രൂപ സമ്പാദ്യം ഈ മാസം കിട്ടിയതിന് നന്ദി. എനിക്ക്
1,00,000 രൂപ ഈ മാസം സമ്പാദ്യം കിട്ടിയതിന് നന്ദി എന്നെഴുതുക. ഉച്ചയ്ക്ക് ഇതേ കാര്യത്തിനെ തന്നെ 6 തവണ അതിൻ്റെ താഴെയായിട്ട് എഴുതുക. രാത്രി കിടക്കുന്നതിന് മുൻപ് ഇതേ കാര്യം തന്നെ 9 തവണയായിട്ട് എഴുതുക. ഇത് ടെസ്ല മെത്തേഡ്, 369 മെത്തേഡ് എന്നും പറയും. ഇതിലൂടെയും ഇത് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡ് കൂടിയിട്ടാണ് കേട്ടോ. ലോ ഓഫ് അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് 369 മെത്തേഡിലാണ്. കാര്യം എന്താ വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇതേ കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കൊടുക്കുന്ന നേരത്ത് അത് റിപ്പീറ്റഡ് ആയിട്ട് ആക്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിട്ട് തരുന്നു. ആ ആക്ഷൻ നമ്മൾ എടുക്കുന്നത് വഴി നമുക്ക് യൂണിവേഴ്സ് എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നടത്തി തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ എന്ത് കൂടിയിട്ട് ആവശ്യമാണ്? ആക്ഷൻ കൂടി ആവശ്യമാണ്. അതാണ് അടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ആക്ഷൻ നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കും പിന്നെ ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ആവുകയെന്ന്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കിട്ടണമെന്നില്ല. എത്രയോ കാര്യങ്ങൾ നമ്മൾ ആക്ഷൻ എടുത്തിട്ട് പോലും കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്, ശരിയല്ലേ? എത്രയോ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് പോലും നടക്കാതെ വരുന്നു. ഇപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ ആക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണോ അത് നമുക്ക് കിട്ടുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. കാരണം നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് പവർഫുൾ ആണ്. അപ്പോൾ അത് കിട്ടാതിരിക്കാൻ ആകെ ഒരു ചാൻസ് ഉള്ളത് നമ്മൾ ആക്ഷൻ എടുക്കാതിരിക്കുമ്പോഴാണ്. ആക്ഷൻ കൂടിയിട്ട് ചെറിയ തരത്തിലൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സാധിക്കുന്നു? ലോ ഓഫ് അട്രാക്ഷൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് ജോബാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരു ജോബാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പറിൽ കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ കാണുന്ന ജോബിന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ പേർക്ക് ഇന്റർവ്യൂവിൽ വരാതെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അത് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമല്ല ഇന്റർവ്യൂവിൽ നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. ഇന്റർവ്യൂവിൽ പാസ്സാവുന്ന കാര്യം യൂണിവേഴ്സ് ഏറ്റെടുത്ത് നടത്തി തന്നോളൂ. അതിൽ ബിസിനസ്സാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ചെറിയ തോതിലുള്ള ബിസിനസ്സിൻ്റെ ആശയങ്ങൾ നിങ്ങൾ അറിയാനായിട്ടെങ്കിലും ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്കില്ലുകൾ, കലാബോധങ്ങൾ എല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പഠിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണോ യൂണിവേഴ്സിന്റെ താളത്തിനൊത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരെ മാത്രമേ യൂണിവേഴ്സ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുള്ളൂ. യൂണിവേഴ്സിന്റെ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ഷൻ എടുത്തിരിക്കണം, അഫർമേഷൻസ് പറഞ്ഞിരിക്കണം, വിഷ്വലൈസേഷൻ ചെയ്തിരിക്കണം, ചെറിയ ചെറിയ ഗോളുകളെല്ലാം ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന നേരത്ത് എന്താണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് സാധിക്കുന്നു. ഈ 4 സ്റ്റെപ്പുകളും ചെയ്യാത്തവർക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും വർക്കൗട്ട് ആവുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ സ്റ്റെപ്പുകൾ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ആയി കാണും. പിന്നെ ഓരോരുത്തരുടെ ഫ്രീക്വൻസി അനുസരിച്ചിരിക്കും. എല്ലാവരുടെയും ഫ്രീക്വൻസി സെയിം ആയിരിക്കണമെന്നില്ല. യൂണിവേഴ്സിന് നമുക്ക് തരാൻ ഇഷ്ടമുള്ള കാര്യത്തിന്റെ ഫ്രീക്വൻസി എന്താണോ അതും നമ്മുടെ ഫ്രീക്വൻസിയും തമ്മിൽ മാച്ച് ആവുന്ന നേരത്തെ നമുക്ക് ഓരോ കാര്യങ്ങളും നടക്കുള്ളൂ. അല്ലാതെ നമ്മുടെ ഫ്രീക്വൻസി വേറെ, യൂണിവേഴ്സിന്റെ ഫ്രീക്വൻസി വേറെ, നടക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന്റെ ഫ്രീക്വൻസി വേറെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ കാര്യം നടക്കില്ല എന്നല്ല, നമ്മുടെ ഫ്രീക്വൻസി കൂട്ടണം. ആ ഫ്രീക്വൻസി കൂട്ടിയിട്ട് എപ്പോൾ ഇത് അലൈൻ ആയി ചേരുന്നുവോ അപ്പോൾ നമുക്ക് ഈ കാര്യം നടക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടുന്നത്. മാക്സിമം ഇത് അറിയാത്ത എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കുക. വീഡിയോ ഇതുവരെ ക്ഷമയോടുകൂടി കണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക്